എൻ്റെ പേര് ജോൺ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 മെയ് 31. അതിനുശേഷം ഉടമ്പടി പുതുക്കി വരികയായിരുന്നു. 2023 സെപ്റ്റംബറിൽ കിട്ടിയ അനുഗ്രഹത്തിന് ഞങ്ങൾ ഇവിടെ സാക്ഷ്യം എഴുതി കൊടുത്തിരുന്നു. അതിനുശേഷവും ഞങ്ങൾ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. ഇപ്പോഴും കിട്ടിയ അനുഗ്രഹം എൻ്റെ ഭാര്യ പറയുന്നതായിരിക്കും. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ എഴുതി കൊടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് പറയുന്നത് ഞങ്ങളുടെ മോൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ്. മോൻ ഗവൺമെൻറ് ഡോക്ടറാണ്. ഓരോ 3 വർഷം കഴിയുന്തോറും ട്രാൻസ്ഫറിന് എഴുതി കൊടുക്കണം. അങ്ങനെ ട്രാൻസ്ഫറിന് എഴുതി കൊടുത്തപ്പോഴത്തേക്കും മോൻ ട്രാൻസ്ഫറിന് വച്ച സ്ഥലത്ത് അവന് കിട്ടിയില്ല. പകരം പത്തനംതിട്ട ആ ജില്ലയിലാണ് കിട്ടിയത്. അപ്പോൾ കിട്ടിയതനുസരിച്ച് മോൻ അവിടെ പോയി ജോയിൻ ചെയ്തു. അതിനുശേഷം വീണ്ടും മോൻ ഏത് ഹോസ്പിറ്റലിലാണോ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ആ ഹോസ്പിറ്റലിൽ പിന്നെയും ഒരു വേക്കൻ്റ് അവിചാരിതമായിട്ട് ഉണ്ടായി. അത് ഞങ്ങൾക്ക് മാതാവ് ഒരുക്കി തന്ന അവസരമാണെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ആ വേക്കൻറ്റിൽ മോൻ അപേക്ഷ കൊടുത്തപ്പോൾ മോൻ്റെ കൂടെ 10-11 ഡോക്ടർമാരുണ്ടായിരുന്നു ആ വേക്കൻറ്റിലേക്ക് കയറാൻ വേണ്ടി. പക്ഷേ മാതാവ് അത് ഞങ്ങളുടെ മോന് വേണ്ടി കരുതി വെച്ചതുകൊണ്ട് അത് മോന് കിട്ടി. മോൻ ആ ഹോസ്പിറ്റലിൽ തന്നെ, അതായത് ഞങ്ങളുടെ വീട്ടിന് തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആ ഹോസ്പിറ്റലിൽ. അങ്ങനെ ഇതാണ് ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമതെന്നുള്ളത് ഞങ്ങളുടെ ഇളയ മോൻ UK നിൽക്കുന്നത്. അവന് അവിടുത്തെ വിസ ഡിസംബറോടും കൂടി ഈ വിസ ആക്കണമെന്നുള്ള ഒരു ഓർഡർ ഗവൺമെൻറ്റിൽ നിന്നുണ്ടായി. ഡിസംബറോടുകൂടി അത് ഈ വിസയിലാക്കണം എല്ലാവരും. ജാനുവരിയിൽ അത് പ്രാബല്യത്തിൽ വരും. അപ്പോൾ മോൻ അതിനു വേണ്ടി അങ്ങനെ ഈ വിസ ആക്കാനുള്ള ശ്രമിച്ചുകൊണ്ടിരുന്നു. പകുതി വഴിക്ക് വരുമ്പോഴത്തേക്കും സിസ്റ്റം അങ്ങനെ നിന്നു പോകുന്നു. അത് പല പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ അവന് ഭയങ്കര വിഷമമായി. അപ്പോൾ ഇതിന് എന്താണ് പോംവഴിയെന്ന് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ കാര്യം അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് മോൻ അവിടെ പോയിരുന്നു. അവിടെ പോയപ്പോൾ അവർ പറയുകയാണ്, ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സിസ്റ്റത്തെ കൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇതുപോലെ ഒത്തിരി പേർക്ക് സിസ്റ്റം എററായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്രമേണ ആയിക്കൊള്ളും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മോനാണെങ്കിൽ വിഷമത്തോടെ ഞങ്ങളെ വിളിച്ച് കാര്യം അറിയിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു, മാതാവിൻ്റെ ദിവസം. അപ്പോൾ ഞങ്ങൾ മോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ ധൈര്യമായിരിക്കെ, ഇത് മാതാവിൻ്റെ ദിവസം കൂടിയാണ്. അടുത്ത ചൊവ്വാഴ്ചത്തേക്കുള്ളിൽ മാതാവ് നിനക്കിതിനൊരു പരിഹാരം കാണിച്ചു തരും. ഞങ്ങളും മാതാവിനോട് പ്രാർത്ഥിക്കാം. അടുത്ത ചൊവ്വാഴ്ച ഇവിടുത്തെ ലൈവ് ധ്യാനം ഓൺലൈനിൽ കൂടി നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം നിൻ്റെ ഫോൺ കോള് നിനക്കത് ശരിയായി എന്ന് വരും എന്നുള്ള ആ ഒരു വാർത്ത കിട്ടണമേ എന്ന് ഞങ്ങൾ മാതാവിനോട് ഡേറ്റിട്ട്, കേവലം ഒരാഴ്ചയായിരുന്നു, ആ ഒരാഴ്ചയുടെ ഡേറ്റിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലുന്നതോടൊപ്പം വെറുതെ ഇരിക്കുമ്പോഴും ഈ ഒരു നിയോഗം ഞങ്ങൾ ഡേറ്റിട്ട് ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും ഈ ഓൺലൈൻ ധ്യാനം കൂടി കഴിഞ്ഞു. അന്ന് രാത്രി ആയപ്പോഴത്തേക്കും മോൻ്റെ മെസ്സേജ് വരുന്നു, മോന് വിസ ശരിയായി, വിസയുടെ കാര്യമെല്ലാം ശരിയായെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതും മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അതിനുശേഷം ഒന്നുള്ളത് ഞങ്ങളുടെ മൂത്ത മോൻ്റെ കാര്യമാണ്. അതൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും അറിയാത്ത കാരണം ഭാര്യ വീട്ടിൽ മാറി താമസിച്ചില്ല എന്നുള്ള ഭാര്യയുടെ അമ്മയുടെ ആഗ്രഹപ്രകാരം മാറി താമസിക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ മോൻ മാറി താമസിച്ചില്ല എങ്കിൽ സ്ത്രീധന പീഡനം, ആ പീഡനം, ഈ പീഡനത്തിനൊക്കെ കേസ് കൊടുക്കും, ജയിലിലാക്കുമെന്നൊക്കെ. അപ്പോഴേ കൊല്ലത്ത് ആ വിസ്മയയുടെ പീഡന കേസ് നടക്കുന്ന ആ ഒരു സമയമായിരുന്നു. അതുപോലെ നിന്നെയും ഞങ്ങൾ അകത്താക്കും, നിന്നെയും നിൻ്റെ വീട്ടുകാരെയും. ഞങ്ങളത് കാര്യമാക്കില്ല. ഈ കാര്യമില്ലാത്ത കാര്യത്തിന് ഇവരെന്താ ഇങ്ങനെ പറയണേന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഇവർ ഞങ്ങൾക്ക് എതിരായിട്ട്
ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. ഈ മോനെ കൂടാതെ വേറെ 2 പേര്. അങ്ങനെ ഞങ്ങൾ 5 പേരെയും ചേർത്തവർ കേസ് കൊടുത്തു. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കോടതിയും കേസും പോലീസ് സ്റ്റേഷനുമായിട്ട് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ആദ്യം ഇത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കും അതിനേക്കാളേറെ പ്രയാസം, നാണക്കേട്, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായി. ഒരു ഭയം, എങ്ങനെ സ്റ്റേഷനിൽ പോവും, കോടതിയിൽ പോവും, മറ്റുള്ളവർ അഭിമുഖീകരിക്കും എന്നുള്ള ഒരു അങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു, മാതാവേ, ഞങ്ങൾ നിൻ്റെ ഉടമ്പടിയിലാണല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നു, ഇതെല്ലാം നന്മയ്ക്കായിട്ടാണ്. പക്ഷേ ഈ അനുഭവം ഞങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ശക്തി നീ തരണം, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ആ കേസിൻ്റെ പുറകെ ഇവർ കൊടുക്കുന്നതനുസരിച്ച് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷെ കേസ് അവസാനം കോടതിയിലായി. കോടതിയിലും കേസ് വിളിക്കുമ്പോഴൊന്നും ഇവർ വരത്തില്ല. ഞങ്ങൾക്ക് ഇതെങ്ങനെയെങ്കിലും ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ എല്ലാ കേസിനും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇവർ വരത്തില്ല. അവസാനം ഇങ്ങനെ കേസ് ഇങ്ങനെ നീണ്ടു വിചാരണയുടെ അവസരം എത്തിയപ്പോഴത്തേക്കും ആ കുട്ടി ഇവിടെ നിന്ന് പുറം നാട്ടിലോട്ട് പോയി. വേറെ അവളുടെ അച്ഛന് പവർ എഴുതി കൊടുത്തിട്ട്. പക്ഷെ അദ്ദേഹവും കേസിൻ്റെ സമയത്ത് വരാറില്ല. ഇങ്ങനെ നടന്ന് 4 വർഷത്തോളം ഈ കേസ് ഇങ്ങനെ ഒരിടത്തും എത്താതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ജപമാല മാസത്തിൻ്റെ ആരംഭമായപ്പോഴത്തേക്കും ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ ഞാനൊരു നിയോഗം വെച്ച്, മാതാവേ, ഇങ്ങനെ ഈ കേസ് 4 വർഷമായി ഇതിൻ്റെ പിറകെ ഞങ്ങൾ നടക്കുന്നു. ഞങ്ങളുടെ നിരപരാധിത്വം അമ്മയ്ക്കറിയാം. ഈ കേസ് ഇനിയും ഇത് മുന്നോട്ട് പോകാൻ അമ്മ 2024 എന്നുള്ള ഒരു ആണ്ട് തീരുന്നതിന് മുമ്പ് ഈ കേസിനൊരു വിധി ഉണ്ടാവണം. അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് വിധിയുമായിരിക്കണം. അങ്ങനെ ഈ പ്രാർത്ഥന ഞാനിങ്ങനെ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ഒക്ടോബർ പോയി, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഇങ്ങനെയൊക്കെ ആയി. അവസാനം ഡിസംബറിനെത്തി. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഡിസംബറായി, ഈ മാസം കൂടി കഴിയുമ്പം 2024 അവസാനിക്കും. ഇതിനുള്ളിൽ, ഈ വർഷം അവസാനിക്കുന്നതിനുള്ളിൽ നീ ഞങ്ങൾക്ക് ഇതിനൊരു അനുകൂലമായ വിധി ഞങ്ങൾക്ക് നീ നേടിത്തരണം. നീ ഞങ്ങളുടെ അഭിഭാഷകയാണ്. ഞങ്ങൾ സഹായം തേടിയിരിക്കുന്ന വക്കീലിലൂടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കണം. അങ്ങനെ പറഞ്ഞ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡിസംബർ 19 കേസിനടുത്ത ഡേറ്റ് കിട്ടി. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവേ, 19-ാം തീയതി ഡേറ്റ് കിട്ടിയാണ്. ഇനി ഡിസംബർ 19 കഴിഞ്ഞാൽ ഇനി ഏതാനും വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ ഈ വർഷം അവസാനിക്കാൻ. ഞാൻ അമ്മയോട് ചോദിക്കുന്നതാണ്, ഈ 24-നപ്പുറം ഈ കേസ് കടന്നു പോകരുതെന്ന്. 19-ാം തീയതി കേസ് വെച്ചു. പിന്നെ അടുത്ത കേസ് വയ്ക്കുന്നത് ഡിസംബർ 31-ന്. ആ 31-ന് ഞങ്ങൾ പോയിരുന്നു. ഈ പോകുമ്പോഴൊക്കെ ഈ കോടതിയിൽ പോകുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ ഉപ്പും കുടമ്പടി കാശുരൂപവും ഒക്കെ കൊണ്ടുപോയിരുന്നു. തൈലം കുരിശ് വരച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. കോടതിയിൽ ചെല്ലുമ്പോൾ ആ ഉപ്പൊക്കെ അവിടെ വിതറാറുണ്ട്. 31-ാം തീയതി ഞങ്ങളവിടെ പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയുന്നു, മാതാവേ, കൃപാസന അമ്മേ, സഞ്ചാരി അമ്മേ, ഞങ്ങൾക്ക് മുമ്പേ അമ്മയുടെ മോനുമായിട്ട് ആ കോടതിയിലെത്തണം. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉണ്ട് ഈ വർഷം ഇനി അവസാനിക്കാൻ. ഇതിനൊരവസാനം ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞ് ഞങ്ങളവിടെ പോയപ്പോഴത്തേക്കും അവർ കേസ് കൊടുത്ത് അവർ പറയുക, ഇവരുടെ പേരിൽ തന്ന എല്ലാ ഇതും ഞങ്ങൾ പിൻവലിക്കുന്നു, ഞങ്ങൾക്കൊരു പരാതിയില്ല, ഞങ്ങൾ ഇത് വെറുതെയാണ് പരാതി തന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിൻവലിച്ചു. ഏതായാലും ഒരു പരാതിയുമില്ല, ഞങ്ങൾ കേസ് പിൻവലിക്കുന്നു, ഡിവോഴ്സ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോഴും തന്നെ ജഡ്ജ് വിധി പറയുന്നു, നിങ്ങൾക്ക് ഡിവോഴ്സിന് ഓർഡർ ആയിട്ടുണ്ട്, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇത് പേപ്പറായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് ആ 31 എന്നുള്ള ഒരു ഡേറ്റിൽ ഞങ്ങൾക്ക് ഞാൻ മാതാവിനോട് ഡിസംബർ 31 കഴിഞ്ഞ് പോവല്ലേ, 2024 കഴിഞ്ഞ് ഈ കേസ് മുന്നോട്ട് നീണ്ടു പോവല്ലേ, ഇതോടുകൂടി തീരണം എന്ന് മാതാവിനോട് ഞാൻ നിരന്തരം, ഞങ്ങൾ 3 പേരും നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ അന്ന് ആ ഒരു വിധി ഞങ്ങൾക്ക് നേടിത്തന്നു. അപ്പോൾ ഇതും ഈ ഡേറ്റ് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ 2 കാര്യങ്ങൾ ഞങ്ങൾ ഡേറ്റ് വെച്ചതാണ്. അങ്ങനെ അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അമ്മ ഞങ്ങൾക്ക്
അനുകൂലമായ വിധി നേടുത്തുന്നു. ഞങ്ങൾ നിരപരാധികളാണെന്ന് കോടതിക്ക് തെളിഞ്ഞു. ഞങ്ങൾ സഹായം തേടിയിരുന്ന വക്കീലും ഞങ്ങളോട് പറയും, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രാക്ടീസിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ വാദിച്ച കേസുകളിൽ വെച്ച് നിങ്ങളുടെ നിരപരാധിത്വം പോലെ ഒരു കേസ് ഉണ്ടായി. സത്യസന്ധമായ ഇതായിരുന്നു നിങ്ങളിൽ ഒരു ശതമാനം പോലും ഒരു തെറ്റും നിങ്ങളുടെ ഭാഗത്ത് ഞാൻ കാണുന്നില്ല. കോടതിയിൽ പോയി എങ്ങനെയെങ്കിലും അത് കേസ് അനുകൂലമായിട്ട് തന്നെ വരും, കാത്തിരിക്കുകയാണ്. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് വിധിക്കുമെന്ന് ആ വക്കീലും വിചാരിച്ചില്ല. ഞങ്ങൾക്ക് മാതാവിലുള്ള പ്രത്യാശ ഉള്ളതുകൊണ്ട്, മാതാവ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് കൈവിടില്ല. ഉടമ്പടിയിലാണ്. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം 3 വർഷം ജപമാല റാലിക്ക് വന്നിരുന്നു. ആദ്യം ഞങ്ങൾ 5 പേരും വന്നിരുന്നു. പിന്നെ രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്ക് മക്കൾ 2 പേരും ഇല്ല, അവർ UK പോയിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും വന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണെങ്കിൽ എനിക്ക് ഇത്തിരി മുട്ടിനിൽ വേദന കാരണം ഞാൻ പോയില്ല. അച്ഛനും മോനും കൂടിയൊക്കെ പോയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ മോൻ പോയിരുന്നെങ്കിലും ഞങ്ങൾ ആ സമയം അത്രയും വീട്ടിലിരുന്ന് ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഈശോയും മാതാവും നൽകിയ അനുഗ്രഹത്തിന് എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. കാരണം ഞങ്ങളെ ഒരു അപമാനത്തിൽ നിന്ന്, ഞങ്ങളുടെ നിരപരാധിത്വം ഞങ്ങൾക്ക് തെളിയിച്ച് കിട്ടിയ ഒരു അവസരമായിരുന്നു. പിന്നെ അതുകൂടാതെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിൽ RCCയിലൊക്കെ പോയി പത്രവും വിതരണം ചെയ്യും, പൊതിച്ചോറ് കൊടുക്കും. താലൂക്ക് ആശുപത്രിയിൽ പോയി രോഗികളെ കാണും, അവരുമായിട്ട് കുറേയേറെ സംസാരിക്കും, സമയം ചെലവഴിക്കും. ഞങ്ങളാലുള്ള എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യും. അതുകൂടാതെ ഞങ്ങളുടെ വീട്ടിലും തന്നെ ഒത്തിരി പേര് സഹായത്തിന് വരുന്നുണ്ട്. അവർക്ക് ഞങ്ങളാൽ പറ്റുന്നത്, കൂടുതലില്ലെങ്കിലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ ചൊല്ലുന്ന കൂട്ടത്തിലായിരുന്നു. എങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് അല്പം പോലും മാറ്റം വരുത്താതെ എത്രത്തോളം തീക്ഷ്ണതയോടെ ജപമാല ചൊല്ലാമോ അത്രയും ഞങ്ങൾ ചൊല്ലും. ബൈബിൾ വായിക്കും. ഞങ്ങൾ രാത്രി 12:30 1 മണി വരെ ഇരുന്ന് വായിക്കുന്ന ദിവസമുണ്ട്. ഞങ്ങളുടെ പള്ളിയിലാണെങ്കിൽ രാവിലത്തെ കുർബാന 5:30 മണിക്കാണ്. അപ്പോൾ ഈ 12:30 1 മണി വരെയൊക്കെ ഇരുന്ന് ബൈബിൾ വായിക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ പടവും ഈശോയുടെ രൂപമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നാണ് ഈ ബൈബിളും വായിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, മാതാവേ സമയം ഇത്രയായില്ലേ, നാളെ രാവിലെ പള്ളിയിൽ പോകാനുള്ളതാണല്ലോ, 5:30 കുർബാനയാണ്, 5 മണിക്കെങ്കിലും അവിടെ എത്തണം. അതുകൊണ്ട് ഞങ്ങൾ 5 മണിക്ക് എല്ലാ ദിവസവും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, നേരെ ഇത്രയായില്ലേ മാതാവ്, ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോട്ടെ, ഞങ്ങൾക്ക് 4 മണിക്കൂറേ ഉള്ളൂ ഇനി ഉറങ്ങാൻ, രാവിലെ ഉണരേണ്ടതാണ്, ഒരു തടസ്സവും കൂടാതെ രാവിലെ ഞങ്ങളെ ഉണർത്തണം, മടി കൂടാതെ എണീറ്റ് പള്ളിയിൽ പോകാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പൊയ്ക്കോട്ടെ മാതാവേ, സുഖമായ ഉറക്കം തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പിന്നെ ബൈബിൾ വായിക്കാൻ ഒത്തിരി ഇപ്പോൾ ആഗ്രഹവും തീക്ഷ്ണതയുമാണ്. മറ്റുള്ളവരോടിപ്പോൾ കൂടുതൽ ദേഷ്യപ്പെടാറൊന്നുമില്ല. കഴിയുന്നത്ര ക്ഷമിക്കാനുള്ള ഒരു അനുഭവം ഇപ്പം മനസ്സിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്.